സ്വർണ്ണക്കൊള്ളയിൽ കണ്ഠരര് രാജീവർ പ്രതിസ്ഥാനത്ത് നിൽക്കെ താഴ്മൺ കുടുംബത്തെ കൈവിടാതെ ദേവസ്വം ബോർഡ്. കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാനാണ് ബോർഡിന്റെ ഭൂരിപക്ഷ തീരുമാനം. ബ്രഹ്മദത്തൻ യോഗ്യനാണ് എന്നും താഴ്മൺ കുടുംബത്തെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും പ്രസിഡന്റ് കെ ജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എല്ലാ കേസിലും പ്രതിയായതോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരരെ മാറ്റാൻ ആലോചന തുടങ്ങിയത്. വ്യക്തിപരമായ കാരണങ്ങളുടെ പേരിൽ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന രാജീവരരുടെ കത്ത് അംഗീകരിച്ച് മകൻ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ആ ആവശ്യം അംഗീകരിക്കുന്നതിന് ബോർഡിന് ബുദ്ധിമുട്ടില്ല. കോടതിയുടെ ഒരു അംഗീകാരം കൂടി വാങ്ങി ആ കത്തിന്റെ മേൽ തീരുമാനമെടുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല വേറെ ഒരു തീരുമാനമോ ചർച്ചയോ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. ബ്രഹ്മദത്തനെ തന്ത്രിയാക്കണമെന്ന ഭൂരിപക്ഷ അഭിപ്രായം ബോർഡിലുണ്ടെങ്കിലും CPIM അംഗം PD സന്തോഷ് കുമാർ എതിർത്തതോടെയാണ് ഹൈക്കോടതിക്ക് വിടാൻ തീരുമാനിച്ചത്. തുടർന്ന് അതിന്റെ നടപടികളെ സംബന്ധിച്ച് കോടതി ഒരു അഭിപ്രായം, കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ശബരിമലയുടെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇപ്പം കോടതിയുടെ ഇടപെടലുണ്ട്. അപ്പോൾ കോടതി എന്താണോ പറയുന്നത്, കോടതിയുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ നടപടിയുണ്ടാകും. അതേസമയം താഴമൺ കുടുംബത്തെ മാറ്റുന്നതിൽ സംഘപരിവാർ അനുകൂല കർമ്മസമിതിയിലും ഭിന്നതയുണ്ട്. താഴമൺ കുടുംബത്തിനെതിരായ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ പ്രസ്താവന അനാവശ്യമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.